മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണന് മഹാലക്ഷ്മിയോടുള്ള ദേഷ്യമൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ മഹാലക്ഷ്മിയായിട്ട് സംസാരിച്ചിട്ട് കണ്ണൻ പോകാനൊരുങ്ങുമ്പോൾ മഹാലക്ഷ്മിയെ കണ്ണനെ വിളിച്ചിട്ട് എനിക്ക് കണ്ണേട്ടനോട് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താടോ ഇനി എന്താ തനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അതേ കണ്ണേട്ട, ആ അയ്യപ്പ വിഗ്രഹമില്ലേ, അത് സാധാരണ ഒരു വിഗ്രഹമൊന്നുമല്ല, ശരിക്കും ജീവനുള്ള വിഗ്രഹം തന്നെയാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം നമുക്ക് നടക്കും. അത് പറയുന്നത് എന്തോ അതേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് കണ്ണേട്ടൻ ആ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയിട്ട് അതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചോളാം, താൻ സമാധാനമായിട്ട് കിടക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അമ്മയുടെയും കുഞ്ഞിൻ്റെ കാര്യം. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളെല്ലാം ഓക്കെ എന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേസമയം അനന്തവും ലേഹയും കണ്ണൻ റൂമിലോട്ട് പോയിട്ട് കാണാത്തത് എന്താണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കണ്ണൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ണനെ കാണുമ്പം അനന്തുവിനാണെങ്കിൽ പിണക്കായിട്ട് അനന്തു കണ്ണൻ്റെ നേരെ ഒന്നും നോക്കാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പം ലേഹയാണെങ്കിൽ ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനെന്നാ പോവാടാന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ ഇപ്പോഴും നിനക്ക് മഹിയോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് അങ്ങനെയാണോ തോന്നണതെന്ന് കണ്ണൻ ചോദിക്കുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പം മഹിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ലല്ലോ എന്ന് പറയുമ്പോൾ, എടാ അനന്തു, പണ്ട് എൻ്റെ കയ്യിൽ ഒരു അയ്യപ്പ വിഗ്രഹം ഒരമ്മ തന്ന കാര്യം നിനക്ക് അറിയില്ലായിരുന്നോ? ആ ഒരു വിഗ്രഹം ഇപ്പം മഹാലക്ഷ്മിയുടെ കയ്യിലുള്ളത്, അത് മഹിക്കാടാ കിട്ടിയതെന്ന് പറയുമ്പം ഈ അനന്തൂനും ലേഹയ്ക്കും ആ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊന്നും പറയണില്ല. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, ശരിക്കും അത് ദൈവം മഹിയുടെ കയ്യിൽ എത്തിച്ചതാണ്, ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചതും ആ ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് ജീവനുണ്ടെന്നാണ് മഹി പറയണത്. അതുകൊണ്ട് മഹി പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. ആ വിഗ്രഹത്തിന് മുന്നിൽ തിരി തെളിയിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയത്, ഇതിനു മുമ്പ് നിനക്കത് തോന്നിയായിരുന്നെങ്കിൽ മഹിക്കിപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം, എടാ അന്നേരം അങ്ങനെ പറ്റിപ്പോയടാ, ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ മഹിയായിട്ട് പിണക്കത്തിൽ നിന്ന സമയത്തും മഹിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അപ്പോൾ ദൈവങ്ങൾ വിചാരിച്ചാണോ ഭാര്യയെ മുൾമുനയിൽ നിർത്തുന്ന ഇവൻ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്തിനാ? ഇവൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കേണ്ട കാര്യമില്ലാന്ന് തോന്നി കാണുമെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലടാ, ഞാൻ വീട്ടിൽ പോയി ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഈ ആനന്ദവും ലേഖയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കണം. കാരണം വേറെ ഒന്നുമല്ല, മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും പിണക്കം മാറിയെന്ന് മനസ്സിലായതും ഇവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും ഉണ്ണീനെയാണ്. ദുർഗ ഇങ്ങനെ ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കണ്ണൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും കണ്ണൻ വന്നല്ലോ എന്നും പറഞ്ഞ് ദുർഗ വരുമ്പോഴേക്കും കണ്ണനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ണനെ കണ്ടതും ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണാ നീ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുമ്പം, അതെന്താ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ നേരവും സമയമൊക്കെ നോക്കണോ? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും, ഇഷ്ടമുള്ളപ്പോൾ പോകും, അതൊന്നും ചോദ്യം ചെയ്യാൻ ആരും വരരുതെന്ന് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞേക്കണതാ. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ട, നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടണേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇതുപോലെ പുറകെ നടന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിലും കണ്ണേട്ടൻ്റെ മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം, എൻ്റെ മുഖത്തെ തെളിച്ചം മാത്രമാണോ നീ കണ്ടോളൂ, നിൻ്റെ ഭാര്യയുടെ മുഖത്തെ തെളിച്ചക്കുറവൊന്നും നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം, അത് അവളുടെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടല്ലേ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അത് അവൾ പറഞ്ഞതല്ലേ, അതും വിശ്വസിച്ചുകൊണ്ട് നീ ഇരുന്നോ? എന്തായാലും നിൻ്റെ അമ്മായിപ്പൻ സമനില തെറ്റി നടന്നിട്ട് നീ ഒന്ന് കാണാൻ പോയോടാന്നും ചോദിച്ച് കണ്ണൻ ദേഷ്യപ്പെടുമ്പം, അതെങ്ങനെയാണ്, ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പം കരണമോളല്ലേ ചെല്ലണ്ടാന്ന് പറഞ്ഞ്, എന്തായാലും ഞാനൊന്ന് പൂജാമുറി പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, ഇന്ന് എന്താ അയാൾക്ക് പറ്റിയത്? അയാൾ സാധാരണ അങ്ങനെ പൂജാമുറിയിലൊന്നും കയറാറില്ലല്ലോ, ഇന്ന് പതിവില്ലാതെ അയാൾ പൂജാമുറിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇനി നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് കണ്ണൻ്റെ ശരീരത്തിലെങ്ങാനും ആയിരിക്കുമോ കയറിയേക്കണേന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മേ, ഇല്ലെങ്കിൽ ഇത് അവർ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമല്ലേ, ഇതിനെ പൂജിക്കാനായിട്ട് ഒരിക്കലും അയാൾ പോവാറില്ലായിരുന്നു, ഇന്നിപ്പോൾ അയാൾ പൂജാമുറി കയറണ കണ്ടിട്ട് എനിക്കൊരു സംശയം തോന്നുന്നുണ്ടെന്ന് പറയുന്നതും ദുർഗയാണെങ്കിൽ കണ്ണൻ പൂജാമുറിയിൽ എന്തെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ പൂജാമുറി കയറി വിളക്കൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട്
എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് നിന്ന് ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇടം കണ്ണിട്ട് നോക്കണ നേരം ദുർഗ വരുന്നതായിട്ട് കണ്ണന് തോന്നിയിട്ട് കണ്ണൻ വേഗം തന്നെ വീൽ ചെയറിലിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ ദുർഗ അങ്ങോട്ട് വന്ന് ഒളിഞ്ഞു നോക്കണത്. ദുർഗ നോക്കുമ്പോൾ കാണുന്നത് വീൽ ചെയറിൽ ഇരുന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന കണ്ണനെയാണ്. എന്നിട്ട് ദുർഗ വേഗം തന്നെ ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അവനവിടെ ഇരുന്ന് പതിയായ പ്രാർത്ഥനയിലാടാ. ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ തിരിയൊക്കെ തെളിയിച്ച് അവനിരുന്ന് പ്രാർത്ഥിക്കണേ, ഒരു രക്ഷയില്ലാത്ത പ്രാർത്ഥനയിലാന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇയാൾക്ക് ഇതെന്തായിരിക്കുമോ സംഭവിച്ചത്? ഇനി മഹാലക്ഷ്മി ഇയാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അന്ന് 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇയാൾക്ക് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ദുർഗയും പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്ത. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, രണ്ടും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് പിരിഞ്ഞ് പോണത് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ വന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ലടാ മോനെ, നീ എന്തൊക്കെയോ പ്രശ്നം ഒളിപ്പിക്കണത് പോലെ തോന്നുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ തന്നെ എനിക്ക് പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. എന്തായാലും നിൻ്റെ അമ്മായിപ്പന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്ന് കാണാൻ പോകാണ്ടിരുന്നേ? ആ നേരം ദുർഗ പറയുന്നുണ്ട്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞതാ, അപ്പോൾ കരണമോള പറഞ്ഞാൽ ചെല്ലണ്ടാന്ന്. അതുമാത്രമല്ല, നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ഭയങ്കര ജീവനല്ലായിരുന്നോ? പ്രത്യേകിച്ച് നിനക്ക് ആ വിശ്വട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ അയാൾ പറയണേ കേട്ടാൽ നമുക്കങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, അയാളുടെ വർത്തമാനം കേട്ടാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളെ അടിച്ചു പോകുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അടിക്കുമല്ല, വേണ്ടി വന്നാൽ അയാളെ കൊന്നു കളയുമെന്ന്. ഈ സമയത്ത് നമ്മളുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ അയാൾ അങ്ങനെ പറഞ്ഞു? അയാൾ എന്തോ മനസ്സിൽ വെച്ചോണ്ടാലോ സംസാരിക്കണേന്ന് പറയുമ്പം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടാ. ഇനിയിപ്പോൾ കരുണയുടെ അച്ഛൻ്റെ കാര്യത്തിൽ കരുണ എന്തെങ്കിലും നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ സംശയം ഇല്ലാതില്ലടാ, അവൻ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമ്മൾ പല പ്രാവശ്യം അവളുടെ അച്ഛനെ കാണാൻ പോകണമെന്ന് നമ്മൾ പറഞ്ഞു, അവൾ വേണ്ടെന്നും പറഞ്ഞ് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അയാളെ കാണാൻ പോകാനും പറ്റില്ല, അയാളെ ഏതോ പ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നാക്കി. ഇനി അയാളെ കാണണേ എങ്ങനെയാണ്? അതുമാത്രമല്ല, അന്ന് ആ 7-ാം മാസത്തെ ചടങ്ങ് നടന്നപ്പോഴും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മ ഓർക്കുന്നില്ലേ? അയാളെ എന്തൊക്കെയോ വിളിച്ച് പറയാൻ വന്നപ്പോൾ എല്ലാവരും കൂടി അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്ത്. നമ്മളിൽ നിന്ന് കരുണയുടെ മുത്തശ്ശിയും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. അത് കണ്ണേട്ടനെ അറിയാമെന്നാണ് തോന്നണേ. അതാ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന്. ആ സമയത്ത് ദുർഗ ഉണ്ണിങ്ങനെ ആലോചനയോടുകൂടി നിൽക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പിന്നീട് ആ ഒരു ദിവ്യയായ അമ്മയെ കാണുന്ന ആ ഒരു അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ണൻ വന്ന് കാറിൽ ഇറങ്ങിയതും ചുറ്റിനും നോക്കുന്നുണ്ട്. അവിടെയെങ്ങും ആ അമ്മയെ കാണാഞ്ഞിട്ട് കണ്ണൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ണൻ ചുറ്റും നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അമ്മ എന്തിയെന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷനോടുകൂടി കണ്ണനകത്തേക്ക് കയറി ചെല്ലുമ്പം നമ്മളുടെ ദിവ്യയായിട്ടുള്ള ആ ഒരമ്മ അവിടെ നിൽക്കുന്നത് കണ്ണൻ കാണുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ആ അമ്മയെ നോക്കി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മളുടെ വാമദേവൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിനുള്ള മുട്ടൻ പണി അനന്ത് കൊടുക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, കരുണയും ഈ വാമദേവൻ്റെ കൂടി മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുന്ന എപ്പിസോഡുകളാണ്. എന്തായാലും ഈ വാമദേവനാണ് പ്രതാപനെ കൊണ്ട് കണ്ണൻ്റെ അച്ഛനെ കൊല്ലിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.